ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ CSEB എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ബാങ്കിങ് മേഖലയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻഡേറ്റ് ഈസ്. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ആൻ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു ഹിസ് ഏജന്റ് ഫോർ ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട്. മാൻഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an authority of principal to his agent for operating account. Option C ആണ്. Next one, garnishee order is issued by. Garnishee order ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ്. Garnishee order is issued by civil court ആണ്. Garnishee order ഇഷ്യൂ ചെയ്യുന്നത് civil court ആണ്. Next one, the charge on movable asset without possession to be created is charge known as ഹൈപ്പോത്തിക്കേഷൻ ആണ്. ചാർജ് ഓൺ മൂവബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈപ്പോത്തിക്കേഷൻ ആണ്. ഓപ്ഷൻ ബി, ഹൈപ്പോത്തിക്കേഷൻ. നെക്സ്റ്റ് വൺ, ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇൻ കേസ് ഓഫ് റെമിറ്റൻസ് ഈസ് ദാറ്റ് ഓഫ്. ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ്, റെമിറ്റൻസിന്റെ കേസിൽ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണെന്നാണ്. ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ് റെമിറ്റൻസിന്റെ കേസിൽ. ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓരോ കേസിലും ഉള്ള ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദ്യം വരാറുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ റെമിറ്റൻസിന്റെ കേസിലെ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. നെക്സ്റ്റ്, ആസ് പെർ which act banks are required to maintain minimum statutory liquidity ratio as prescribed by RBI. SLR-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കീപ്പ് ചെയ്യണം എന്നുള്ളത് ഏത് ആക്ട് പ്രകാരമാണെന്നാണ്. സെക്ഷൻ 24 ഓഫ് BR ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷൻ 24 പ്രകാരമാണ് SLR മിനിമം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ്, നോ യുവർ കസ്റ്റമർ ഗൈഡ് ലൈൻസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബാങ്ക് വിത്ത് എ വ്യൂ ടു കട്ടേലിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് KYC നോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ്. എന്താണ്, മണി ലോണ്ടറിങ് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് KYC ഗൈഡ് ലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആണ്, when the holder of an order check signs on the back of it without the name of the person to whom the amount is to be paid, it is called. When the holder of check signs on the back of it without the name of the person to whom the amount is to be paid, it is called. എന്താണ്, എൻഡോസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്. ബ്ലാങ്ക് എൻഡോസ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ്, സെക്ഷൻ 131 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എക്സ്റ്റെൻഡ് പ്രൊട്ടക്ഷൻ ടു ദി. സെക്ഷൻ 131 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 131 പ്രകാരം ആർക്കാണ് പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. കലക്ടിംഗ് ബാങ്കിനാണ് പ്രൊട്ടക്ഷൻ സെക്ഷൻ 131 പ്രകാരം പ്രൊട്ടക്ഷൻ കിട്ടുക. നെക്സ്റ്റ്, വാട്ട് ഈസ് എ അപ്രോച്ച് അഡോപ്റ്റഡ് ബൈ ഇന്റഗ്രേറ്റഡ് ഒംബുഡ്സ്മാൻ സ്കീം ഇൻ 2021. ഇന്റഗ്രേറ്റഡ് ഒംബുഡ്സ്മാൻ സ്കീം 2021 ഇന്റഗ്രേറ്റഡ് ഒംബുഡ്സ്മാൻ സ്കീം അഡോപ്റ്റ് ചെയ്യുന്ന അപ്രോച്ച് എന്താണെന്നാണ്. വൺ നേഷൻ വൺ ഒംബുഡ്സ്മാൻ ആണ്. ഓപ്ഷൻ സി, വൺ നേഷൻ വൺ ഒംബുഡ്സ്മാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പെക്യുനറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ഡിസ്ട്രിക്ട് ഫോറം അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഡിസ്ട്രിക്ട് ഫോറത്തിന്റെ എത്ര എമൗണ്ട് വരെയാണെന്നാണ്. അപ് ടു 50 lakh വരെയാണ്. ഓപ്ഷൻ സി, അപ് ടു 50 lakh. നെക്സ്റ്റ് വൺ ആണ്, വിച്ച് ടേം ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് SHG ഇൻ ദ ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം. SHG ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റത്തിലെ HSGയുടെ റോൾ എന്താ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ റോൾ എന്താണെന്നാണ്. എന്താണ്, മൈക്രോ ഫിനാൻസിങ് ആണ്. ഓപ്ഷൻ ബി, മൈക്രോ ഫിനാൻസിങ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ ലോൺ ടാർഗറ്റ് ഫോർ വീക്കർ സെക്ഷൻ ബെനിഫിഷ്യറീസ് ഫോർ ബാങ്ക് അതർ ദാൻ RRB ആസ് പെർ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ എന്താണ്, ബാങ്ക്സിന്റെ ടാർഗറ്റ് എത്രയാണെന്നാണ്. 12% ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാങ്കിങ്ങിലെ ചോദ്യങ്ങളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളുടെ CSEB പരീക്ഷയിൽ അടിമുടി മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷ കുറച്ചും കൂടി നമുക്ക് എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ലോങ് ടേം ബാച്ച്, നമ്മളുടെ ബിഗിനേഴ്സ് ഇപ്പോൾ ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇനി ഒരു മാർച്ച് മാസത്തോട് കൂടിയിട്ട് നിങ്ങളുടെ കോഴ്സൊക്കെ കഴിയും. അപ്പോൾ കോഴ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ഒരു ജോബിലേക്കുള്ള
ഒരു പഠനം കൂടി അതിൻ്റെ കൂടെ സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിഗിനേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CSEBയുടെ ബിഗിനേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോട്ട് നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസും ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്സും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസും ഒക്കെ അടങ്ങിയതാണ് നമ്മളുടെ ബാച്ച്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when the loan installment is due for payment from 31 days to 60 days, the account is classified as which category of SMA, special mentioned account? ഏത് കാറ്റഗറിയിലാണ് എന്നാണ്. 31 days to 60 days, 31 days to 60 days വരുന്നത് SMA 1-ലാണ്. നെക്സ്റ്റ് വൺ ആണ്, what is written in the security thread of currency note of higher denomination? Higher denomination നോട്ട്സിൽ, കറൻസി നോട്ടിലുള്ള ദ സെക്യൂരിറ്റി ത്രെറ്റ് എന്താണെന്നാണ്. RBI ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഭാരത് ഇൻ ഹിന്ദി. RBI ഇംഗ്ലീഷ് ആൻഡ് ഭാരത് ഇൻ ഹിന്ദി. ഓപ്ഷൻ എ ആണ്, RBI ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഭാരത് ഇൻ ഹിന്ദി. നെക്സ്റ്റ്, ആസ് പെർ സെക്ഷൻ 9 ഓഫ് BR Act, no banking company shall hold any immovable property howsoever acquired except such as is required for its own use for any period exceeding dash years from the acquisition thereof. അതായത് ഇത് മെയിനായിട്ട് നമ്മളുടെ BR ആക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആസ് പെർ സെക്ഷൻ 9 ഓഫ് BR Act, no banking company shall hold any immovable property acquired except such as required for its own use for a period exceeding എത്ര ഇയർ ആണ്? 7 years ആണ്. ഓപ്ഷൻ സി 7 years. ഗൂഗിൾ പേ ഈസേ. ഗൂഗിൾ പേ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് ഗൂഗിൾ പേ. ഗൂഗിൾ പേ എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെക്ഫിൻ കമ്പനിയാണ്. ഒരു ടെക്ഫിൻ കമ്പനിയാണ് ഗൂഗിൾ പേ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റൂപേ കാർഡ് ഈസ് ലോഞ്ച്ഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ. റൂപേ കാർഡ് ലോഞ്ച്ഡ് ആൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാന്നാണ്? RBI അല്ല, ക്ലിയറിംഗ് കോർപ്പറേഷൻ അല്ല, IDRB അല്ല, നൺ ഓഫ് ദിസ് ആണ്. റൂപേ കാർഡ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ നൺ ഓഫ്, ഇതിൽ പറയുന്ന ആരുമല്ല, നൺ ഓഫ് ദീസ് ആണ്. NPCI ആണ് റൂപേ കാർഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എ ഡാഷ് കൺസിസ്റ്റ് ഓഫ് ബ്ലാക്ക് സ്ക്വയേഴ്സ് അറേഞ്ച്ഡ് ഇൻ സ്ക്വയർ ഗ്രിഡ് ഓൺ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിച്ച് ക്യാൻ ബി റീഡ് ബൈ ആൻ ഇമേജിംഗ് ഡിവൈസ് സച്ച് ആസ് ക്യാമറ. എന്താണ്? QR കോഡാണ്. നമ്മളിന്ന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് QR കോഡ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞ എക്സാംസിന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യങ്ങളാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ CSEB എക്സാമിന് നല്ല രീതിയിലൊരു പഠനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ CSEB ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ എന്ന സ്വപ്നം CCയോടൊപ്പം സാധിക്കാം. അപ്പോൾ CCയിൽ ജോയിൻ ചെയ്യാം. CSEB എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം. താങ്ക്